എന്നെ പോലെ തന്നെ പലരും ഒരു തവണയെങ്കിലും ലൈഫിൽ ആഗ്രഹിച്ച ഒരു കാര്യമായിരിക്കും ബീങ് ദ ഡോട്ടർ അറ്റ് ദാറ്റ് റമദാൻ ടേബിൾ. ആ ഒരു ഫീല് റീക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു നോമ്പ് തറ. അതിന്റെ ഒരു ഈസിയസ്റ്റ് വേ കൂടിയാണ് കേട്ടോ ഈ ഒരു അജ്മീന്റെ പാക്ക്. കുറച്ചധികം ഇഫ്താർ ഐറ്റംസ് തന്നെ ഈ ഒരു ബോക്സിൽ ഉണ്ടായിരുന്നു കേട്ടോ. റെഡി ടു ഫ്രൈ സ്നാക്സ് ആയ കാരണം കൊണ്ട് തന്നെ നമുക്ക് ഇതെല്ലാം ഓരോന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ആദ്യം തന്നെ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഉന്നക്കായിൽ തന്നെ തുടങ്ങാം. ആൻഡ് ഓണസ്റ്റ്ലി എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. അത് സെർവ് ചെയ്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് പരിപാടിയിലേക്ക് അടക്കാം, നമ്മുടെ വെജിറ്റബിൾ സമൂസ. ഇതിന്റെ മേജർ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഇതിന്റെ മുകളിലായിട്ട് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തിട്ടാണ് ഈ ഒരു സമൂസ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നൈസ് ആൻഡ് ക്രിസ്പി ആയിട്ടായിരിക്കും നമുക്കിത് ഫ്രൈ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടാവുക. നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ള ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെജിറ്റബിൾ കട്ട്ലറ്റ് ആണ്. അങ്ങനെ ഫൈനലി അതും സെർവ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇഫ്താറിന് ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു ഐറ്റം കൂടിയാണ് നമ്മുടെ പത്തിരിയും ചിക്കൻ കറിയും. സോ അജ്മീന്റെ തന്നെ റെഗുലർ ആൻഡ് ബിഗർ പാക്ക് ആയിട്ടുള്ള ഈ ഒരു പത്തിരി അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലാണ് വന്നിട്ടുള്ളത്. അതിന്റെ കൂടെ തന്നെ ഒരു മസാല പാക്കും കൂടി ഉണ്ടായിരുന്നു. ഇത് വെച്ച് നമുക്ക് നല്ല തേങ്ങ അരച്ച ഒരു ചിക്കൻ കറിയും അതിന്റെ കൂടെ തന്നെ ഒരു ചിക്കൻ റൈസും കൂടി ആവാല്ലേ. അതിന്റെ കൂട്ടത്തിൽ തന്നെ റെഡി ടു ഈറ്റ് ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്സ് ബോക്സും കൂടി ഉണ്ടായിരുന്നു. അടുത്തത് കട്ട് ഫ്രൂട്ട്സും ഡ്രിങ്ക്സും എല്ലാം അറേഞ്ച് ചെയ്യുന്ന പരിപാടിയിലാണ് എല്ലാവരും. ഒരു ഗ്രാൻഡ് ടേബിള് ഫുൾ ഓഫ് സ്നാക്സ് ആൻഡ് ഫുഡായിട്ട് ഒരു ഇഫ്താർ മീറ്റ് ആദ്യമായിട്ടായിരിക്കും ഞങ്ങൾ ഇവിടെ വന്നിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ ഫൈനലി ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള ടൈമായി. അതിനുശേഷം ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് മെയിൽ മീൽസും കൂടി കഴിച്ചു. ആൻഡ് എവറിത്തിങ് ടേൺസ് ഔട്ട് സോ ഗുഡ്.